ഒരു ഫോൺ നമ്പറിൽ ക്രിയേറ്റ് ചെയ്ത വാട്സപ്പ് അക്കൗണ്ട് തന്നെ നമുക്ക് 5ഓളം ഫോണുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം നമ്മുടെ കൈവശം 1-2 ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഫോണിലൊക്കെ നമുക്ക് ഒരേ വാട്സപ്പ് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതുകൊണ്ട് ചില പ്രശ്നങ്ങളും ഉണ്ട്. നമ്മുടെ വാട്സപ്പ് മറ്റാരെങ്കിലും ഇതുപോലെ തന്നെ അവരുടെ ഫോണിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് വരുന്ന ചാറ്റുകളൊക്കെ അവരും കാണുന്നുണ്ടാവും. അങ്ങനെ അവർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സപ്പിനകത്ത് നിന്ന് തന്നെ ഇത് മനസ്സിലാക്കി ഓഫ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. സ്ക്രീനിൽ നിങ്ങൾക്ക് 2 ഫോണുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഫോണിലുള്ള വാട്സപ്പ് ഈ ഒരു ഫോണിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഓൾറെഡി ഈ ഫോണിൽ ഒരു വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ ഫോണിലെ വാട്സപ്പ് കൂടി നമുക്ക് ഈ ഫോണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്നിട്ട് 2 വാട്സപ്പും നമുക്ക് ഈ ഫോണിൽ തന്നെ ഉപയോഗിക്കാനും സാധിക്കും. മറ്റേ ഫോണിൽ ആ വാട്സപ്പ് നിലനിൽക്കുകയും ചെയ്യും. ഇനി ഏത് ഫോണിലേക്കാണ് മറ്റൊരു വാട്സപ്പ് വേണ്ടത്, ആ ഫോണിൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ ഡീറ്റെയിൽസ് അടക്കം സെറ്റിങ്സ് ലഭിക്കും. ഈ പ്രൊഫൈൽ ഡീറ്റെയിൽസിൻ്റെ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണാം. ചില ഫോണിൽ ചെറിയ മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. ആ പ്ലസ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ താഴെ നിങ്ങൾക്ക് ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന അതേ ഓപ്ഷൻ തന്നെ വരുന്നതാണ്. താഴെയുള്ള എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ നമ്പർ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. പക്ഷേ ഇവിടെ ഫോൺ നമ്പറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഫോണിൽ നിന്നും വാട്സപ്പ് കട്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഡിവൈസ് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുപോലെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു QR കോഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഏത് വാട്സപ്പാണ് നിങ്ങളുടെ ഫോണിലേക്ക് വേണ്ടത്, ആ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇവിടെ ലിങ്ക് എ ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയിൽ കൂടി ലിങ്ക് ചെയ്യണോ ചോദിക്കും. അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാറ്റേൺ ലോക്കോ അല്ല ഫിംഗർ പ്രിൻറ്റോ കൊടുക്കുന്നതോടുകൂടി ഒരു ഓക്കെ കൊടുക്കേണ്ട ബട്ടൺ വരും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് QR കോഡ് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ ഓണായി വരും. പിന്നെ പെർമിഷനൊന്നും കൊടുക്കാത്ത ഫോണാണെങ്കിൽ പെർമിഷനും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കേണ്ടി വരും. പിന്നീട് നമ്മൾ ആ QR കോഡ് ഇത് ഉപയോഗിച്ച് ഇതുപോലെ സ്കാൻ ചെയ്തെടുക്കുക. അല്പസമയം കൊണ്ട് തന്നെ 2 ഫോണും തമ്മിൽ കണക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോണിലുള്ള വാട്സപ്പ് നമ്മുടെ ഫോണിൽ കാണിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം 2 ഫോണിലും ഒരേ വാട്സപ്പ് തന്നെയാണ് ഉള്ളത്. ഒരേ മെസ്സേജും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും. മറ്റേ ഫോണിൽ മെസ്സേജ് വരുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫോണിലും വരുന്നതാണ്. ഇതുപോലെ നമുക്ക് 2 ഫോണുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും ഒക്കെ ആയിട്ട് നമുക്ക് 5ഓളം ഡിവൈസുകളിൽ നമ്മുടെ വാട്സപ്പ് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാത്തിലും നമുക്ക് മെസ്സേജ് വരും. എല്ലാത്തിൽ നിന്നും നമുക്ക് മെസ്സേജ് അയക്കാം. എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ആദ്യത്തെ വാട്സപ്പ്, അതായത് ഈ വാട്സപ്പ് ഇതിൽ നിലനിർത്തണം സെക്കൻഡറി ആയിട്ട്. ഇനി നമ്മുടെ ഫോണിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ വാട്സപ്പ് തന്നെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് ടു അക്കൗണ്ട് എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ വാട്സപ്പ് ഇവിടെ തന്നെ ഉണ്ടാകും. എവിടെയും പോലെ 2 വാട്സപ്പിൽ വരുന്ന മെസ്സേജും നോട്ടിഫിക്കേഷനായി വരും. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് സ്വിച്ച് ആയിക്കോളും. അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് 2 വാട്സപ്പും മാറി മാറി ഉപയോഗിക്കാനും പറ്റും. മറ്റേ ഫോണിലെ വാട്സപ്പ് അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ ഇപ്പോൾ അറിവോടെയാണ് ഞാൻ ഒരു വാട്സപ്പ് എൻ്റെ ഫോണിലേക്ക് ലിങ്ക് ചെയ്തത്. നമ്മൾ അറിയാതെ തന്നെ ഇതുപോലെ നമ്മുടെ വാട്സപ്പ് മറ്റാരെങ്കിലും അവരുടെ ഫോണിലേക്ക് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന മെസ്സേജൊക്കെ അവർക്കും കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ വാട്സപ്പ് ആരെങ്കിലും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഓപ്ഷനും വാട്സപ്പിനകത്തുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ എന്തെങ്കിലും ആൻഡ്രോയിഡോ വിൻഡോസോ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ഫോണിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ലോഗ് ഔട്ട് ചെയ്യേണ്ട ഓപ്ഷൻ കാണാം. ജസ്റ്റ് ലോഗ് ഔട്ട് കൊടുക്കുന്നതോടുകൂടി ഏത് ഫോണിലേക്കാണോ അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി അത് സൈൻ ഔട്ട് ആകുന്നതാണ്. പിന്നീട് നമ്മുടെ വാട്സപ്പ് അവർക്ക് ലഭിക്കുന്നതല്ല. നമ്മുടെ അറിവോടെ ആണെങ്കിൽ പ്രശ്നമല്ല. അറിവില്ലാതെ ഇങ്ങനെ ആരെങ്കിലും ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ കണ്ടെത്തി അത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഫോണിൽ എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന വാട്സപ്പേ ഉള്ളൂ. നേരത്തേത്തതുപോലെ തന്നെ സ്വിച്ച് ടു അക്കൗണ്ട് കൊടുക്കേണ്ട ഓപ്ഷനൊന്നും വരില്ല. കാരണം നമ്മൾ നമ്മുടെ ഫോണിൽ നിന്ന് ആ ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും.
ഗുഡ് ബൈ.